നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. നമസ്കാരം മോഹൻ സർ. സർ, ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഇസ്രയേൽ US സംഘർഷം അല്ലെങ്കിൽ ആക്രമണം ഇപ്പോൾ 3-ാം വാരത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ കുറച്ചു മുമ്പും ദുബായിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. വിമാനങ്ങളെല്ലാം തന്നെ വിമാനത്താവളം നിശ്ചലമാക്കിയിട്ടുണ്ട്. വിമാനങ്ങളൊന്നും തന്നെ പോകുന്നില്ല. അങ്ങനെ പ്രശ്നങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ സമയത്ത് ഇന്ത്യക്ക് സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു ചായ്വുള്ളത് അമേരിക്കയോടാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയോട് ഇങ്ങോട്ടൊരു ചായ്വ് കാണിച്ചിട്ടുള്ളത് ഇറാനാണ്. കാരണം ഹോർമസ് കടലിടുക്ക് തുറന്നിരിക്കുകയാണ്. ഇന്ത്യക്ക് ഏത് കപ്പലുകൾ വേണമെങ്കിൽ പോകാം എന്നുള്ളൊരു അനുമതി ഇറാൻ നമുക്ക് തന്നിട്ടുണ്ട്. മറുവശം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്രംപിന്റെ കാര്യം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് ഏത് കാലത്തും ചായ്വുള്ളത് അമേരിക്കയോടാണ്. എന്ന് മാത്രമല്ല മോദിയും ട്രംപും തമ്മിൽ സുഹൃത്തുക്കളുമാണ്. പക്ഷെ തീരുവ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഈ സൗഹൃദങ്ങൾ ഒന്നും തന്നെ ട്രംപ് ഒട്ടും വില വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനൊരു അവസ്ഥയിൽ ഇപ്പോൾ ഇറാൻ നമുക്ക് ഒരു സഹായം ചെയ്തു തരുമ്പോൾ ഇത് ട്രംപ് എങ്ങനെ അതിനോട് പ്രതികരിക്കും? ഇന്ത്യക്കെതിരെ വീണ്ടും ഒരു തീരുവ യുദ്ധമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുമായി ട്രംപ് വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഒരു സംശയം. രണ്ടാമത്, സാധാരണ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ തന്നെ. കാരണം ഇപ്പോൾ ഇതുവരെ നമ്മളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന ഒരാളുടെ മനോഭാവം മാത്രമേ ഇന്ത്യക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമ്മുടെ കേരളത്തിലെ അടുക്കളയിലേക്ക് വരെ ഈ യുദ്ധം എത്തിക്കഴിഞ്ഞു. തിരുവനന്തപുരത്ത് വരുന്ന ദൂരത്ത് നിന്ന് വരുന്ന ആൾക്കാർക്കൊന്നും ഹോട്ടലുകളൊന്നുമില്ല, ഭക്ഷണം കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ പ്രതിസന്ധി ഇനി എത്ര കാലം കൂടി മുന്നോട്ട് പോകും? ഇതാണ് ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് അറിയേണ്ട സംശയം. രണ്ടും ന്യായമായ സംശയങ്ങൾ. ഒന്ന്, ക്ഷിപ്രകോപിയായ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇറാനുമായി നമ്മൾ ഈ ലേറ്റസ്റ്റ് റൗണ്ടിൽ നടത്തിയ ചില ചർച്ചകൾ, അതേ തുടർന്ന് നമ്മുടെ കപ്പലുകൾക്ക് ആ ഭാഗത്ത് നിന്ന് എണ്ണയും പ്രകൃതിവാതകവും എത്തിക്കാനുള്ള സുരക്ഷിതമായി എത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടായതിനെ ട്രംപ് ചവിട്ടി കലക്കുമോ? അതാണ് ഒരു ആശങ്ക. രണ്ട്, ഏതെങ്കിലും കാരണവശാൽ യുദ്ധാവസാനത്തിന് ശ്രമിക്കാൻ ഇന്ത്യക്ക് കഴിയുമോ? കയ്യും കെട്ടി നിൽക്കുന്ന കാഴ്ചക്കാരന്റെ റോളിൽ നിന്നും കുറച്ചുകൂടി ക്രിയാത്മകമായ ഒരു റോളിലേക്ക് നീക്കിക്കൊണ്ട് യുദ്ധാവസാനത്തിന്റെ സാഹചര്യം ഒരുക്കാൻ നേരിട്ടോ അല്ലാതെയോ കഴിയുമോ? രണ്ട് കാര്യങ്ങളാണ് നമ്മളെ ഇപ്പോൾ ഗ്രസിച്ചിരിക്കുന്ന വലിയ രണ്ട് ചോദ്യങ്ങൾ. പ്രഹേളികകളായി തുടരുന്നു. അതിലൊന്നാമത്തേത്, എണ്ണ പുറത്തേക്ക് എത്തിച്ചേ മതിയാകൂ. പ്രകൃതി വിഭവങ്ങൾ, ഊർജ സുരക്ഷ ഒരുപാട് രാജ്യങ്ങളുടെ, ചൈനയുടെ, ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ഊർജ സുരക്ഷയുടെ പ്രധാനപ്പെട്ട രണ്ട് കേന്ദ്രങ്ങളാണ് ബാബ് എൽ മന്ദേബ്, അതായത് റെഡ് സീയിൽ നിന്നും പുറത്തേക്ക് കടക്കുന്ന ആ ഒരു കവാടമാണ്, അതുപോലെ ഹോർമൂസ് കടലിടുക്ക്. ഈ രണ്ടും ഇന്റർനാഷണൽ ചോക്ക് പോയിന്റുകൾ കൂടിയാണ്. ഈ ചോക്ക് പോയിന്റുകൾ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ഇറാനും ഇറാന്റെ സഖ്യകക്ഷിയായ ബാബ് എൽ മന്ദേബ് ഭാഗത്തെ ചെങ്കടൽ മേഖലയിൽ ഹൂതികളുമൊക്കെയാണ്. ഒരു പരിധിയിൽ കൂടുതൽ അവർ പ്രകോപനത്തിലേക്ക് നീങ്ങിയാൽ ലോകത്തിന്റെ ഊർജ സുരക്ഷ അട്ടിമറിക്കപ്പെടും. അതുകൊണ്ട് ആത്യന്തികമായി അമേരിക്കയ്ക്ക് തന്നെ അത് വിനയായി വരും. അതുകൊണ്ടാണല്ലോ അമേരിക്ക പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ തൽക്കാലത്തേക്ക് റഷ്യൻ എണ്ണ വാങ്ങാം എന്ന് വരെ ഇന്ത്യയോട് തിരുത്തി പറഞ്ഞത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് അത് പരിഗണിക്കുമ്പോൾ അമേരിക്ക ഏതെങ്കിലും കാരണവശാൽ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്നും എണ്ണ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനെ അമേരിക്ക ഇടപെട്ട് തടയാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഇത് മാത്രമല്ല, ആരുടെ കപ്പലുകളാണ് തടയേണ്ടത്? എണ്ണ ഇറാനിൽ നിന്നും എണ്ണ ഇന്ത്യക്ക് വാങ്ങാനാവില്ലായിരിക്കാം. അതിപ്പോഴും അമേരിക്ക പ്രഖ്യാപിച്ച ഉപരോധം ഇന്ത്യ അംഗീകരിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ്. പക്ഷേ സൗദി അറേബ്യയിൽ നിന്ന് വാങ്ങാമല്ലോ. ഖത്തർ അല്ലെങ്കിൽ ഖത്തറിൽ നിന്നും എണ്ണയും പ്രകൃതിവാതകവും വാങ്ങാമല്ലോ. പ്രകൃതിവാതകമാണ് ഏറെ ദൗർലഭ്യം. അത് വലിയ തോതിലാണ് ഖത്തറിൽ നിന്നും LNG ആൻഡ് CNG നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ വരവ് നിന്ന് പോയപ്പോഴാണ് വലിയ പ്രതിസന്ധി, പാചകവാതക പ്രതിസന്ധി, അടുക്കളയിൽ തീ പുകയാതെ വന്നത്. അതുകൊണ്ടാണ് അത് പരിഹരിക്കാൻ ഖത്തറിന് വലിയൊരു ആശ്വാസമാകും. പക്ഷെ ഇവിടെ ചോദ്യം, അദൃശ്യമായ ചില വിലക്കുകൾ അമേരിക്ക നൽകുമോ? അതായത് ഇറാന്റെ ദാക്ഷിണ്യത്തിൽ നിങ്ങൾ അങ്ങനെ എണ്ണ കൊണ്ടുപോയാൽ ഞങ്ങൾക്ക് എന്താ പിന്നെ ഒരു വില? ആ രീതിയിൽ അമേരിക്ക ചിന്തിക്കുമോ എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷെ അങ്ങനെ ചിന്തിച്ചാൽ ലോകം വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ഏറ്റവും അധികം അമേരിക്കയെ സമ്മർദ്ദപ്പെടുത്താൻ സാധ്യതയുള്ളത് ബഹ്റിനും ഖത്തറും UAEയും അബുദാബിയും ഒക്കെ തന്നെ, UAEയും സൗദി അറേബ്യ ഒക്കെ തന്നെയാണ്. കാരണം അവരുടെ ഉൽപ്പന്നങ്ങൾ
അവരുടെ എണ്ണ വിഭവം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ എങ്ങനെയെങ്കിലും കടത്തിക്കൊണ്ട് പോകണമല്ലോ. വിദേശ രാജ്യങ്ങൾ കൊണ്ടുപോയെങ്കിൽ മാത്രമല്ലേ അവർക്ക് സംഭരിച്ചു വെക്കാൻ ഇടമുണ്ടാകൂ. ഉത്പാദിപ്പിക്കുന്ന ഇപ്പൊ എണ്ണ ഉത്പാദനം തന്നെ കുറച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ചിലയിടത്തൊക്കെ പൂർണ്ണമായി എണ്ണ പ്രകൃതിവാതക ഉത്പാദനം നിർത്തിവച്ചിരിക്കുന്നു. കാരണം എന്താണ്? സംഭരിച്ചു വെക്കാൻ സ്ഥലങ്ങളില്ല. ഇനി സംഭരണശാലകൾ ആക്രമിക്കപ്പെടുമെന്ന ഭയാശങ്കകളുണ്ട്. ഇപ്പോൾ ഇറാൻ പറയുന്നു, ഞങ്ങൾ അത് ചെയ്യില്ല, ഞങ്ങൾ എണ്ണയോ പ്രകൃതിവാതകമോ കൊണ്ടുപോകുന്ന കപ്പലുകളെ ആക്രമിക്കില്ല, സുഗമമായി കടന്നു പോകാം. പക്ഷേ അമേരിക്ക ബന്ധമുള്ള അമേരിക്കയുടെയോ അമേരിക്കൻ സഖ്യകക്ഷികളുടെയോ അല്ലെങ്കിൽ ഇസ്രയേലിന്റെയോ കപ്പലുകളെ തങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഇറാനാണെന്ന് വേണേൽ കാണാം. അമേരിക്കൻ ഉപരോധമല്ല, ഇറാന്റെ ഒരു തരം ഭീഷണിപരമായ ഉപരോധമാണ്. അതിൽ പെടുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. അപ്പൊ ഇന്ത്യയുടെ 28 കപ്പലുകളാണ് പേർഷ്യൻ ഗൾഫ് മേഖലകളിൽ ഉണ്ടായത്. 2 കപ്പലുകളാണ് കഴിഞ്ഞ ദിവസം എണ്ണയുമായി കടന്നു പോയത്. ഇനി ഏറെ കപ്പലുകൾ കടന്നു പോകാനുള്ള അന്തരീക്ഷമുണ്ട്. അതിന് ഇറാനുമായി നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും. ഓൾറെഡി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും തമ്മിൽ നടന്ന സംസാരം. അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രി തലത്തിൽ അബ്ബാസ് അരാക്ചിയും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കറും തമ്മിൽ 3 റൗണ്ട് ചർച്ചകളാണ് നടന്നത്. അതിന്റെ എല്ലാം ഫലം യഥാർത്ഥത്തിൽ കാണുന്നു. അത് അമേരിക്ക എത്രത്തോളം പ്രകോപിപ്പിക്കും എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പ്രകോപനമൊക്കെ ഉണ്ടാവും, പക്ഷേ കാര്യമായി ഒന്നും അക്കാര്യത്തിൽ പ്രതികരിക്കാനാവാത്ത ഒരു സ്ഥിതിയാണ്. കാരണം ഭാരതത്തെ ആ രീതിയിൽ പിണക്കാനാവില്ല. പിന്നെ ബന്ധം പറഞ്ഞൊക്കെ ഭാരതവും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ ഉള്ള ഈ ചായ്വൊക്കെ മാറിയും മറിഞ്ഞും ചാഞ്ഞും ചരിഞ്ഞും ഒക്കെ നിൽക്കും. ഇന്ത്യയുടെ പോളിസി സ്ട്രാറ്റജിക് ഓട്ടോണമിയാണ്. തൽക്കാലത്തേക്ക് അമേരിക്കയോട് നല്ല ഒരു ബന്ധത്തിൽ പോവുക, ഇസ്രായേലിനോട് നല്ലൊരു ബന്ധത്തിൽ പോവുക. അതേസമയം അറബി ഇസ്ലാമിക രാജ്യങ്ങളുമായും, കാരണം അവിടെയാണ് നമ്മുടെ പ്രവാസികളുടെ വലിയൊരു പങ്ക്. അപ്പോൾ 90 ലക്ഷം പ്രവാസികൾ, ഇന്ത്യൻ പ്രവാസികൾ GCC മേഖലയിൽ ജോലി ചെയ്യുന്നു. അവരുടെ താല്പര്യങ്ങൾ നമ്മൾ നോക്കണം. അതുകൊണ്ട് അതിനെല്ലാം അനുരൂപമാകുന്ന ഒരു നിലപാട് മാത്രമേ ഇന്ത്യക്ക് എടുക്കാനാവൂ. അതുകൊണ്ട് ന്യായം ഒരുപക്ഷെ ഇറാന്റെ പക്ഷത്താണ് എന്ന് കരുതുന്ന ഒരുപാട് പേര് ഇന്ത്യയിലുണ്ട്. അത് തീർച്ചയായും അസ്ഥാനത്തല്ലതാനും. കാരണം ഇറാൻ എന്ന രാജ്യം ഏകപക്ഷീയമായി ആക്രമിക്കപ്പെട്ടതാണ്, അമേരിക്ക ആക്രമിച്ചതാണ്, ആക്രമണകാരി അമേരിക്കയാണ്, സംശയമില്ല. അതേസമയം ഇറാന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ വളരെ സമയമെടുത്തു, വൈകിപ്പോയി. ഇറാനിയൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖുമൈനി വധിക്കപ്പെട്ടപ്പോഴും ഏറെ സമയമെടുത്ത് തന്നെയാണ് ഇന്ത്യ പ്രതികരിച്ചത് എന്നോർക്കണം. അതുപോലെ ഇറാൻ വലിയ രീതിയിൽ ബോംബാർഡ്മെന്റിന് വിധേയമായപ്പോഴും അമേരിക്കൻ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചില്ല എന്ന് ഓർക്കണം. അതേസമയം ഇറാൻ UAE-ക്കും ഖത്തറിനും ബഹ്റൈനും സൗദിക്കുമെതിരെ നടത്തിയ വലിയ കിരാതമായ ആക്രമണം, അതിനെ തൊടിയിടയിൽ ഇന്ത്യ അപലപിക്കുകയും ഐക്യരാഷ്ട്ര സംഘടനയിൽ കോ സ്പോൺസർ ചെയ്ത ഇന്ത്യ പ്രമേയം കൊണ്ടുവരികയും, ഇന്ത്യ ഉൾപ്പെടെ ബഹ്റൈൻ കൊണ്ടുവന്ന പ്രമേയത്തെ ഇന്ത്യ ഉൾപ്പെടെ കോ സ്പോൺസർ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ബാലൻസ് അവിടെ നഷ്ടപ്പെട്ടു എന്ന് കുറച്ചു നേരത്തേക്കെങ്കിലും ചിന്തിച്ചു. പക്ഷെ ആ ബാലൻസ് നമ്മൾ തിരിച്ചു പിടിച്ചു. ഇന്ത്യ ഇറാന്റെ ഒരു കപ്പലിനെ അഭയം നൽകി കൊച്ചി തുറമുഖത്ത്. അതുപോലെ ഇറാനുമായി നേരിട്ട് സംസാരിക്കുന്ന ലെവലിലെത്തി. ഇറാൻ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് തന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ പോളിസി ബാലൻസ്ഡ് ആൻഡ് സെക്യൂർ ആണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ നെഗോസിയേഷനിലേക്ക് നീങ്ങാൻ കഴിയും. യഥാർത്ഥത്തിൽ അമേരിക്കയുമായും ഇസ്രയേലുമായും ഇറാനുമായും ഒരുപോലെ സംസാരിക്കാൻ ഏതെങ്കിലും ഒരു ലോകശക്തിക്ക് കഴിയുമെങ്കിൽ അത് ഭാരതം മാത്രമാണ് ഇന്നത്തെ നിലയിൽ. അതിന്റെ ഫുൾ എക്സ്റ്റന്റ്, ഡിപ്ലോമാറ്റിക് എക്സ്റ്റന്റ് ഇന്ത്യക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞോ എന്നത് സംശയകരമായ കാര്യവുമാണ്. പിന്നെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടനോടെല്ലാം അമേരിക്ക സഹായം ചോദിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ബ്രിട്ടനെല്ലാം ഇപ്പൊ സഹായം നൽകുകയാണെങ്കിൽ അത് വീണ്ടും ഈ യുദ്ധം കുറച്ചുകൂടി അത് യുദ്ധമായി തന്നെ, ഇപ്പോൾ അത് ആക്രമണമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങള് സഹായവുമായി ചെല്ലുകയാണെങ്കിൽ, അതുപോലെ ചൈനയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാം ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണെങ്കിൽ ഇത് വളരെ എക്സ്റ്റെൻഡ് ആയിട്ട് പോവില്ലേ ഇനി? ബ്രിട്ടനോട് ഏത് നിമിഷവും അമേരിക്കയ്ക്ക് സഹായം ചോദിക്കാം. കാരണം ദേ ആർ ബ്രദേഴ്സ്. ആ രീതിയിൽ ചരിത്രപരമായ പങ്കാളിത്തമുണ്ട്. നെയ്റ്റോ പങ്കാളികളാണ്. ബ്രിട്ടന്റെയും യൂറോപ്യൻ സമൂഹത്തിനെയും ഒക്കെ സുരക്ഷ നോക്കുന്ന സമിതിയായ നെയ്റ്റോയുടെ തലപ്പത്താണ് പറഞ്ഞിട്ടുണ്ട്. അഥവാ യുദ്ധത്തിലേക്ക് ആണെങ്കിൽ ഇറാനെ സഹായിക്കുകയാണെങ്കിൽ നേറ്റോ രാജ്യങ്ങളെ ആക്രമിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അമേരിക്ക. അതാണ് അമേരിക്ക സത്യം പറഞ്ഞാൽ ഈ ഭ്രാന്തു പിടിച്ച നായെ പോലെ ചില സമയത്ത് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ചില ജൽപ്പനങ്ങൾ, അതിനെ എത്രത്തോളം മുഖവിലേക്ക് എടുക്കാൻ കഴിയും എന്നതറിയില്ല. അമേരിക്കയുടെ ഒരു ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ചിന്തകൾക്കും ഉപരിയായി വ്യക്തി എന്ന നിലയിൽ പലപ്പോഴും നടത്തുന്ന പരാമർശങ്ങൾ വലിയ കുഴിയിൽ ചാടിക്കുന്നുണ്ട് അമേരിക്ക എന്ന രാജ്യത്തെ. ഒരു ക്ലാരിറ്റി, വെസ്റ്റേൺ ബ്ലോക്കിന് ഒരു ക്ലാരിറ്റി ഇല്ലാതെ പോകുന്നു. അതുകൊണ്ടാണ് യുദ്ധമെന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മാത്രമാണ്. പലരും കരുതുന്നത് ഇസ്രായേലി താല്പര്യങ്ങൾ, ഇസ്രായേലി സുരക്ഷ പരിരക്ഷിക്കാൻ അമേരിക്ക ഇറങ്ങി പുറപ്പെട്ട ഒരു മഹായുദ്ധം എന്ന നിലയിലാണ് പല രാജ്യങ്ങളും
കാണുന്നത്, യൂറോപ്യൻ ശക്തികൾ കാണുന്നത് അങ്ങനെയാണ്. അമേരിക്കയ്ക്ക് ഉള്ളിൽ തന്നെ 55% ആളുകൾ കാണുന്നത് ആ രീതിയിലാണ്. തങ്ങളുടെ യുദ്ധമല്ല, ഇസ്രായേലെ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്ക, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് ഇറങ്ങി പുറപ്പെട്ട ഒരു യുദ്ധമാണ്. അതുകൊണ്ട് യുദ്ധത്തിനെതിരെ ഒരുപാട് യുദ്ധത്തിന്റെ ന്യായീകരണങ്ങൾ വളരെ കുറവാണ്. ന്യായീകരണങ്ങൾ, ഇറാൻ അണവായുധങ്ങൾ ഉണ്ടാക്കുന്നു എന്നതൊരു ന്യായീകരണമാകാം, ഇറാൻ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നു എന്ന ന്യായീകരണമാകാം. പക്ഷേ അത് മാത്രമല്ല കാര്യങ്ങൾ. ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ഇറങ്ങി പുറപ്പെട്ടു എന്ന ഒരു വലിയ ചിന്തയുണ്ട്. അതിനെന്തിനാണ് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ കുടിപിടിക്കുന്നത്? മുൻകാലങ്ങളിൽ സദ്ദാം ഹുസൈനെ പുറത്താക്കാനുള്ള യുദ്ധത്തിന് നെയ്റ്റോയുടെ യുദ്ധമായിരുന്നു, അമേരിക്കയുടെ മാത്രമായിരുന്നില്ല. നെയ്റ്റോയുടെ യുദ്ധത്തിന് അമേരിക്ക നേതൃത്വം നൽകി. ഇപ്രാവശ്യം അങ്ങനെയല്ല, ഇത് അമേരിക്കയുടെ മാത്രം യുദ്ധമാണെന്ന് തുടങ്ങിയ സമയത്ത് തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് അമേരിക്ക പാടി വിളിച്ചപ്പോൾ, ബ്രിട്ടീഷ് താവളങ്ങൾ ഒരുപക്ഷെ സൈപ്രസിലെ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടപ്പോൾ ബ്രിട്ടന് റിലക്റ്റന്റ് ആയി രംഗത്തേക്ക് വരേണ്ടി വരുന്നു. അതും ആക്റ്റീവായിട്ടല്ല. ഫ്രാൻസും ജർമ്മനിയും ഒന്നും തന്നെ പൂർണ്ണ സന്തോഷത്തിലല്ല. അമേരിക്കയെ പിണക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു ഒരു ഉള്ളാല സുഖമല്ല എങ്കിൽ പോലും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇതിന് പ്രധാന കാരണം ട്രേഡ് വാറിൽ, അതായത് ടാരിഫ് യുദ്ധത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഗുഡ്വില്ല് പോലും നഷ്ടപ്പെടുത്തത്തക്ക രീതിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. അതിന്റെ ചൂട് 6 മുന്നേ നടക്കുന്ന യുദ്ധത്തിൽ യൂറോപ്പിന്റെ പൂർണ്ണ നിർലോഭമായ പിന്തുണയും സഹകരണവും ട്രംപിന് പ്രതീക്ഷിക്കാൻ ആവില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണം. കാരണം എനർജി ഡെഫിസിറ്റ് ഏറിയാണ് യൂറോപ്പ്. അത് റഷ്യ ഉക്രൈൻ യുദ്ധം തുടർന്നു പോകുന്നു, ഇവിടെ ഇറാൻ യുദ്ധം തുടരുന്നു. അപ്പോൾ പിന്നെ എനർജി ഡെഫിസിറ്റായ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകളാണ്. അമേരിക്കക്ക് അത്രയും ആശങ്കകളില്ല. അമേരിക്കയ്ക്ക് ഓയിൽ റിസർവ്സ് ഉണ്ട്, വലിയ രീതിയിൽ റിസർവുകളുണ്ട്. അത് അൺലീഷ് ചെയ്താൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ തീരും. അത് മാത്രമല്ല, എണ്ണ വില കൂടുന്നത് അമേരിക്കയ്ക്ക് അനുകൂലമാണ് എന്ന വിടുവ പോലും ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചു. എണ്ണ വിപണി തീപിടിക്കുന്നത് അമേരിക്കയ്ക്ക് നല്ലതാണ്, അമേരിക്കയ്ക്ക് ഏറെ എണ്ണയുണ്ട് വിൽക്കാൻ എന്നുവരെ പറഞ്ഞു വെച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ അമേരിക്ക ഈസ് ലൂസിങ് ഗുഡ് വിൽ അക്രോസ് ദി ഫ്രോണ്ടിയർ. അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ മുൻകാലത്തേതുപോലെ പൂർണ്ണമായി അമേരിക്ക പക്ഷത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യില്ല. അത് കുറച്ചുകൂടി അടിവരയിടുന്ന രീതിയിലാണ് ട്രംപിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനം. റഷ്യ, ചൈന, യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാം ചേർന്ന് ഗൾഫ് മേഖലയിൽ, അതായത് പേർഷ്യൻ ഗൾഫ് മേഖലയിൽ കടന്നു വരണം. അവർ യുദ്ധക്കപ്പലുകളെ അയച്ച് ബലം പ്രയോഗിച്ച് ഹോർമൂസ് പാത സുഗമമാക്കണം. ഇത് പറയാമെന്നല്ലാതെ റഷ്യ വരുമോ, ചൈന വരുമോ? ഒരിക്കലും വരില്ല. അവരുടെ കാര്യം നോക്കത്തേ ഉള്ളൂ. അവരുടെ കപ്പലുകളെ ആക്രമിക്കില്ല എന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് എന്തിനാണ് അമേരിക്കക്ക് അനുകൂലമായി എന്തിനാണ് അവർ കടന്നു വരുന്നത്? അതൊരു ചോദ്യമല്ലേ. അതുകൊണ്ട് പരമാവധി അമേരിക്കൻ കപ്പലുകൾക്ക് നിർബന്ധപൂർവ്വം ഉപരോധം ഭേദിച്ചുകൊണ്ട് ഇറാന്റെ ആക്രമണ ഭീഷണി അതിലംഘിച്ചുകൊണ്ട് വേണമെങ്കിൽ ഹോർമൂസിൽ പെട്രോളിംഗ് നടത്താൻ കഴിയുമായിരിക്കാം. പക്ഷേ അവിടെ വിതറിയിട്ടുള്ള മൈനുകൾ, അവിടെ ഇറാനിൽ നിന്നും സാഗ്രോസ് മലനിരകളുടെ മടക്കുകളിൽ നിന്നും ഉൾപ്പെടെ പതിക്കാൻ സാധ്യതയുള്ള ഡ്രോണുകളും മിസൈലുകളും റോക്കറ്റുകളും ഇതെല്ലാം തന്നെ വലിയ സുരക്ഷാ ഭീഷണിയാണ്. അതുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളുടെ സേനകൾ ഉൾപ്പെടെ അവിടേക്ക് കടന്നു വരണമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞതും ഇറാൻ അതിന് മറുപടി എന്ന നിലയിലാണ് പറഞ്ഞത്. അതിന്റെ ഒന്നും ആവശ്യമില്ല, അമേരിക്കൻ ഇസ്രായേലി കപ്പലുകളെ അല്ലാതെ ഒരു കപ്പലുകളെയും ഞങ്ങൾ ആക്രമിക്കില്ല, ഞങ്ങളുടെ യുദ്ധം ലോകത്തോടല്ല, ഞങ്ങളുടെ യുദ്ധം അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരെയാണ്. കൃത്യമായി ഇറാൻ നിലപാട് പറഞ്ഞല്ലോ. അത് എത്രത്തോളം പാലിക്കപ്പെടുമെന്നറിയില്ല. അതുകൊണ്ട് അമേരിക്ക കൂടുതൽ രാജ്യങ്ങളെ യുദ്ധരംഗത്തേക്ക് ആകർഷിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ ഒരു ചിത്രമല്ല ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇറാൻ മറ്റൊരു തന്ത്രമാണ്, വെയിറ്റിംഗ് ഗെയിമാണ് ഇറാൻ കളിക്കുന്നത്. കുറെ ആശയക്കുഴപ്പം ഉണ്ടാക്കത്തക്ക രീതിയിൽ എനിമി റാക്കുകളിൽ, അതായത് അറബി ഇസ്ലാമിക മനസ്സുകളിൽ ഉൾപ്പെടെ സന്ദേഹം വിതയ്ക്കുന്ന രീതിയിലാണ് ഇറാന്റെ പ്രസ്താവനകൾ വരുന്നത്. അമേരിക്കയെ പ്രലോഭിപ്പിച്ച് അല്ലെങ്കിൽ അമേരിക്കയെ ഒരു രീതിയിൽ മയപ്പെടുത്തിയെടുക്കാൻ ഗൾഫ് രാജ്യങ്ങൾ ശ്രമിക്കത്തക്ക രീതിയിലുള്ള പൊസിഷനിങ് ആണ് ഇറാൻ എടുക്കുന്നത്. അത് ന്യായീകരിക്കാവുന്നതല്ലായിരിക്കാം, ആക്രമണം ഏത് രീതിയിലും ന്യായീകരിക്കാവുന്നതല്ല. പക്ഷേ അതല്ലാതെ മറ്റു വഴികളില്ല എന്ന രീതിയിലാണ് ഇറാൻ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്രയേലിന് വേണ്ടി അമേരിക്ക യുദ്ധത്തിലേക്ക് ചേർന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ തന്നെയാണ് നമ്മൾ വിചാരിക്കുകയും ചെയ്യാം. പക്ഷേ അതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഇല്ലേ? കാരണം ഇപ്പൊ ഗാസ ആക്രമിച്ചിട്ടുണ്ട്. ഗാസ മുൻപ് ഇറാൻ അമേരിക്കയുടെ നിന്ന് ആക്രമിച്ച് കൈവശപ്പെടുത്തിയതാണ്. അപ്പോൾ ഇപ്പോൾ അതിന് ഈ യുദ്ധത്തിന് ഗാസ തിരിച്ചു പിടിക്കുക എന്നൊരു ഉദ്ദേശം കൂടി അമേരിക്കയ്ക്ക് ഉണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടി തന്നെയല്ലേ ഈ യുദ്ധം? ഇസ്രയേലിന് വേണ്ടിയാണെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അമേരിക്കയ്ക്ക് വേണ്ടി, അമേരിക്ക ഗാസ തിരിച്ചു പിടിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു യുദ്ധമാണോ? കാരണം ട്രംപ് ഏത് കാലത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ റഷ്യ യുക്രൈൻ യുദ്ധകാലത്ത് പുടിനുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴും അവിടെ കണ്ണുണ്ടായിരുന്നത് യുക്രൈനിലെ ധാതുദ്രവ്യങ്ങൾ ഖനനം ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുമോ എന്നുള്ളതായിരുന്നു. അതുപോലെ ഇപ്പൊ വെനസ്വേല പിടിച്ചെടുത്തു. അപ്പോൾ അതില് മുന്നോട്ട് പോകുന്നതും ഇതുപോലെ തന്നെ അവിടുത്തെ സമ്പത്ത് കൈവശപ്പെടുത്താമോ എന്നാണ്. ഇനി അടുത്തത് ക്യൂബ എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോഴും ഈ ചെയ്യുന്നതെല്ലാം തന്നെ
സ്വന്തം അമേരിക്കയ്ക്ക് നേട്ടം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ട്രംപ് മുന്നിട്ട് നടന്ന് ചെയ്യുന്ന, അല്ലെങ്കിൽ ട്രംപ് മുന്നോട്ട് വെക്കുന്ന ഓരോ കരുക്കൾ മാത്രമാണോ? അതില് പെട്ടുപോയതാണോ ഇസ്രയേലും? അങ്ങനെ ചെന്ന് ഇസ്രയേൽ അമേരിക്കയെ പെടുത്തിയതാണ് എന്ന് ചിന്തിക്കുന്നവരും അമേരിക്ക ഇസ്രയേലിനെ പെടുത്തിയതാണെന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. പക്ഷെ കൂടുതൽ പേര് ചിന്തിക്കുന്നത് അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവന്നത് ഇസ്രയേലാണ്, ഇസ്രയേലിന്റെ സുരക്ഷാ കൺസേൺസ് ആണ് എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതൽ എന്നാണ്. അതാണ് സത്യം. പക്ഷേ പിടിച്ചെടുക്കാൻ വേണ്ടി കൂടുതൽ അമേരിക്ക മുന്നോട്ട് പോവുകയാണെങ്കിൽ, തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ യുദ്ധം ഇനിയും നീളല്ലേ ഉള്ളൂ. കാരണം ഇറാൻ അത്ര ഖാർഗിന്റെ കാര്യമാണ്, ഖാർഗ് ഐലൻഡിന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അതെ അതെ, ഖാർഗ് ഐലൻഡ് ഇറാന്റെ പരമാധികാര പ്രദേശമാണ്. അവിടെയാണ് എണ്ണ നിക്ഷേപത്തിന്റെ നല്ലൊരു പങ്ക്. നിക്ഷേപം മാത്രമല്ല, ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ ഖനനം ചെയ്യുന്ന എണ്ണ കൊണ്ടുവന്ന് ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലായി ഉപയോഗിക്കുന്ന ഏതാണ്ട് 90% എണ്ണയും ഇറാന്റേത് വിദേശത്തേക്ക് കപ്പലുകളിൽ കയറ്റി അയക്കുന്നത് ഖാർഗ് ഐലൻഡിൽ വെച്ചാണ്. ഒരു ഇറാന്റെ കരയിൽ നിന്നും ഏതാണ്ട് 30 കിലോമീറ്റർ തെക്ക് മാറി കടലിൽ ഉള്ള ഒരു ചെറിയ ഐലൻഡാണ്. ഏതാണ്ട് 25 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഒരു ചെറിയ ഐലൻഡ്. അത് ഈ ഹോർമൂസ് കടലെടുക്കിൽ നിന്ന് വേണ്ട 485 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി പേർഷ്യൻ ഗൾഫിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഖാർഗ്. അപ്പൊ ഖാർഗ് പിടിച്ചെടുക്കുക എന്നത് ഒരു പക്ഷേ അത്ര സുഗമമായ ഒരു കാര്യമായിരിക്കില്ല. അത് ഇറാന്റെ പരമാധികാര പ്രദേശമാണ്. അവിടുത്തെ എണ്ണ നിക്ഷേപം ഖാർഗ് മാത്രമല്ലല്ലോ, ഇറാന്റെ പ്രദേശത്ത് പലയിടങ്ങളിലും എണ്ണയുണ്ട്. അത് ഇറാന്റെ പല പ്രദേശങ്ങൾ പിടിച്ചെടുത്താൽ മാത്രമേ ആ നിക്ഷേപങ്ങൾ ശരിയാകൂ. അത് മാത്രമല്ല, ഒരു ഫ്രണ്ട്ലി ഗവൺമെന്റിനെ അവിടെ ഇൻസ്റ്റോൾ ചെയ്തുകൊണ്ട് ആ ഗവൺമെന്റ് നൽകുന്ന ഖനന അനുമതി ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കൻ കമ്പനികൾക്ക്, ഓയിൽ കമ്പനികൾക്ക് ടെക്നോളജി കൊണ്ടുവന്ന്, മാൻ പവർ കൊണ്ടുവന്ന്, വലിയ രീതിയിലുള്ള മെഷീനറി കൊണ്ടുവന്ന് വൻതോതിൽ ഖനനം ചെയ്ത് ലോകത്തിന്റെ എണ്ണ നിക്ഷേപങ്ങളുടെ തോത് നോക്കുമ്പോൾ 3ാം സ്ഥാനത്താണ് ഇറാൻ. ഏറ്റവും കൂടുതൽ വെനിസ്വേല, 2ാം സ്ഥാനം സൗദി അറേബ്യ, 3ാം സ്ഥാനത്ത് എണ്ണ നിക്ഷേപമുള്ള സ്ഥലമാണ് ഇറാൻ. അവിടെ നിന്നും എണ്ണ കൊണ്ടുപോകാൻ ശ്രമിക്കാം. അപൂർവ ധാതുക്കൾ ഏറെയുണ്ട്. ഇവിടെയെല്ലാം ധാതുക്കളുണ്ട്. അത് ഉക്രൈനിലുണ്ട്, പാകിസ്ഥാനിലുണ്ട്, ചൈനയിലുണ്ട്. ഇവിടെയെല്ലാം സാധിക്കുമോ? അവിടെ എല്ലാം തന്നെ അമേരിക്ക നേരിട്ടോ അല്ലെ അമേരിക്കൻ ഫ്രണ്ട്ലി ഭരണകൂടത്തിലൂടെയോ അല്ലെങ്കിൽ പക്ക കച്ചവടത്തിലൂടെയോ റിസോഴ്സസ് അമേരിക്കക്ക് എത്തിക്കുക, അമേരിക്കയുടെ കൺട്രോളിലാക്കുക, നേരിട്ടോ അല്ലാതെയോ. ഇതൊരു അമേരിക്കൻ തന്ത്രം തന്നെയാണ് എക്കാലത്തും. അത് ഡൊണാൾഡ് ട്രംപിന്റെ തന്ത്രമല്ല, എക്കാലത്തും അമേരിക്ക പയറ്റിയിരുന്ന തന്ത്രം തന്നെയാണത്. അത് ഇറാന്റെ കാര്യത്തിലും ഒരുപക്ഷെ പലരും ചിന്തിക്കുന്നത് ഇതാണ്. ഇറാൻ എണ്ണ സമ്പന്നമാണ്, ധാതു സമ്പന്നമാണ്. അതുകൊണ്ട് വെനിസ്വേലയെ കീഴടക്കി നാളെ ഒരുപക്ഷെ ക്യൂബയെ ലക്ഷ്യമാക്കിയേക്കാം. ഇനി ഇതാ ഇറാനെ ലക്ഷ്യമാക്കുന്നു. ഇതാണ് രീതിശാസ്ത്രം. പക്ഷേ അത്ര സുഗമമല്ല. വെനിസ്വേലയിൽ അമേരിക്കൻ ഇടപെടൽ ഉണ്ടായ അത്രയും സുഗമമായി അമേരിക്ക ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇറാനിൽ നടപ്പാകില്ല. കാരണം വ്യത്യസ്തമായ ഒരു ടെറൈനാണ്, വ്യത്യസ്തമായ ജിയോഗ്രാഫിക് ലൊക്കേഷനാണ്, ടോപ്പോഗ്രാഫിക്കൽ കൺസ്ട്രക്ട് വേറെയാണ്. അത് മാത്രമല്ല, ഇറാനിയൻ ജനതയുടെ ഒരു റിസോൾവ് ഉണ്ട്. ഇറാൻ ഒരു സംസ്കാരമാണ്. ഇറാൻ വേറൊരു ടോട്ടലി ഡിഫറെന്റ് ബോൾ ഗെയിമാണ്. ഇറാനെ ഒന്നും ആർക്കും, ഒരു ലോകശക്തിക്കും നാളിതുവരെ പൂർണ്ണമായി പരാജയപ്പെടുത്തി ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു വലിയ വിസ്തൃതമായ ഒരു പ്രദേശമാണ് ഇറാൻ. 9 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം. അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും. അമേരിക്കയ്ക്ക് അധികാരം ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ പോലും സുഗമമായി ഭരിക്കാനാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവില്ല. വെനിസ്വേലയിലെ പോലല്ല കാര്യങ്ങൾ എന്നർത്ഥം. ക്യൂബയൊക്കെ ഒരുപക്ഷെ നിഷ്പ്രയാസം അമേരിക്കയുടെ മൂക്കിന് മുന്നിൽ കിടക്കുന്ന സ്ഥലമാണ്. ഒരുപക്ഷെ വെനിസ്വേലയുടെ സപ്പോർട്ട് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ക്യൂബയ്ക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അമേരിക്കൻ ഒരു തള്ളിക്കയറ്റം ഉണ്ടായാൽ ഒരുപക്ഷെ ക്യൂബ അമേരിക്കൻ സ്വാധീന വലയത്തിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരിക്കാം. ഇറാന്റെ കാര്യം ഒരുപക്ഷെ അങ്ങനെ അല്ല. ശരിയാണ്, ധാതുക്കൾ, ലവണങ്ങൾ, എണ്ണ ഒക്കെ തന്നെയാണ് അമേരിക്കയുടെ ആത്യന്തിക താല്പര്യങ്ങൾ. പക്ഷെ അത് പുറത്തു പറയാനാവാത്തത് കൊണ്ട് സുരക്ഷാ ഭീഷണി മുതലായ കാര്യങ്ങൾ പറയാൻ കഴിയും. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിന്റെ യുദ്ധമായി അമേരിക്കയ്ക്ക് വേണമെങ്കിൽ അതിനെ കാണാം. ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പൊരുതുന്നു. ആണവായുധങ്ങൾ കൈവശം വെക്കുന്ന രാജ്യം അത് വിപത്താണ്, മാനവരാശിക്ക് വിപത്താണ്, ഞങ്ങൾ ഇടപെടുന്നു. പക്ഷേ ക്ഷീരമുള്ളോരകട്ടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് പ്രധാനം എന്ന രീതിയിൽ തന്നെയാണ്. വിഭവങ്ങൾ തന്നെയാണ്, അത് എണ്ണ തന്നെയാണ് അമേരിക്കയ്ക്ക് ആത്യന്തികമായി പ്രധാനം. അപ്പൊ ഇനി അവസാനമായിട്ട് ഒരു ചോദ്യം തന്നെ, നമ്മുടെ സാധാരണ എല്ലാവർക്കും, ഇപ്പൊ കേരളത്തിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്ന് ഈ ഊർജ പ്രതിസന്ധി തീരും? അതിനെ കുറിച്ച് എന്തെങ്കിലും നമുക്ക് സൂചനകൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഈ പ്രവചനപരമായ ഒരു കാര്യങ്ങളിൽ എത്തിനിൽക്കാവുന്ന ഒരു സമയമല്ല. അവിടുന്ന് പുറപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ എപ്പോ എത്താൻ പറ്റും? എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കപ്പലുകൾ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവചനമായിട്ടല്ല, അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ,
അത് പൂർണ്ണമായി, കാരണം ഏതാനും കപ്പലുകൾ വന്നു എന്നതുകൊണ്ട് ഈ പൂർണ്ണമായ ഊർജ പ്രതിസന്ധി മാറുന്നില്ല. പക്ഷേ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി ഗതാഗത യോഗ്യമാവുകയും ഈ പ്രതിസന്ധി ഉണ്ടാകുന്നതിന് മുൻപുള്ള രീതിയിലേക്ക് എണ്ണ ഗതാഗതം പൂർവ്വസ്ഥായിൽ ആവുകയും ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ മാസങ്ങൾ എടുക്കും ഇനിയും. അപ്പൊ ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ട ഒരു സംവിധാനം വലിയ തോതിലാണ് ഗ്യാസിന്റെ, അതായത് നാച്ചുറൽ ഗ്യാസിന്റെ സിംഹഭാഗവും കടന്നു വരേണ്ടത് പേർഷ്യൻ ഗൾഫിൽ നിന്നാണ്. എണ്ണ പല സോഴ്സിൽ നിന്ന് വരും. നമുക്ക് ആകെ വന്നിരുന്ന എണ്ണയുടെ ഏറ്റവും അവസാനം വന്നിരുന്ന എണ്ണയുടെ ഏതാണ്ട് 50-55% പേർഷ്യൻ ഗൾഫിൽ നിന്നാണ്. നമ്മൾ നയം മാറ്റി കഴിഞ്ഞ ഒരു മാസമായിട്ട് നയം മാറ്റം അനുസരിച്ച് ഇപ്പോൾ കൂടുതൽ വേണ്ട 55% കൂടുതൽ വരുന്നത് പുറത്തു നിന്നുമാണ്. അതുകൊണ്ട് എണ്ണ സ്റ്റോക്ക്, ബഫർ സ്റ്റോക്ക് നമുക്ക് ഇന്ത്യക്ക് ഉണ്ട്. കുറച്ചു കാലത്തേക്ക് ഒരു മാസം കൂടി നിൽക്കാനുള്ള സ്റ്റോക്ക് ഉണ്ടാകും. പക്ഷെ പ്രകൃതിവാതകം അങ്ങനെയല്ല. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ഗൾഫ് പ്രകൃതിവാതകം, പ്രത്യേകിച്ച് ഖത്തർ അവിടെ നിന്ന് വരുന്ന പ്രകൃതിവാതകം അല്ലെങ്കിൽ UAE-യിൽ നിന്ന് വരുന്ന പ്രകൃതിവാതകം പുനഃസ്ഥാപിക്കുക എന്നതാണ് ഇമ്മീഡിയറ്റ് ആവശ്യം. അത് കഴിഞ്ഞ് എണ്ണയുടെ സുഗമമായ വ്യാപാരം, റഷ്യയുമായി ഇപ്പോൾ കൂടുതൽ എണ്ണ വാങ്ങാനുള്ള അനുവാദം, വിത്തിൻ കൊട്ടേഷൻ അനുവാദം, അത് അമേരിക്ക തരേണ്ട അനുവാദമാണോ എന്നതാണ് മറ്റൊരു ചോദ്യം. അത് വലിയ വിവാദപരമായ ചോദ്യമാണ്. പക്ഷെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് റഷ്യയിൽ നിന്നും 1.04 ബില്യൺ ബാരൽസ് പെർ ഡേ ആണ് യുദ്ധം തുടങ്ങുന്ന ദിവസം ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ 16 ദിവസം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അത് $2 മില്യൺ അധികമായി. അതായത് മൊത്തം ഒരു ദിവസം വേണ്ടത് 5 മില്യണിൽ കൂടുതൽ എണ്ണയാണ്, അതായത് ക്രൂഡ് ഓയിലാണ്. അതിൽ ഇപ്പോൾ മൊത്തത്തിന്റെ 40%-ലധികം ഇപ്പോൾ റഷ്യയിൽ നിന്നും വാങ്ങുന്നു ഈ നിമിഷം. അത് സുഗമമായി എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുമ്പോൾ തന്നെ ആ ഓയിൽ ഷോക്കിൽ നിന്നും ഭാഗികമായി മോചനം ലഭിക്കും. പക്ഷെ പൂർണ്ണമായി സപ്ലൈ ലൈൻസ് റെഡിയാകണമെങ്കിൽ ഇനി ഒരു 6 മാസമെങ്കിലും പിടിക്കും. ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ട ഒരു അന്തരീക്ഷമുണ്ട്. ആ അട്ടിമറിക്കപ്പെട്ട ഒരു ക്രമം പുനഃസ്ഥാപിക്കണമെങ്കിൽ, പൂർണ്ണതോതിലാകണമെങ്കിൽ ഏറെ സമയമെടുക്കും. അതുവരെ ഈ പ്രതിസന്ധി ഒരു ചെറിയ തോതിലെങ്കിലും തുടർന്ന് നിൽക്കും. യുദ്ധം അവസാനിച്ചാൽ പോലും ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ആഴ്ചകൾ എടുത്തേക്കാം, ഒരുപക്ഷെ മാസങ്ങൾ എടുത്തേക്കാം. ഇതിന് ഒരു പരിഹാരമായിട്ട്, പക്ഷെ ഇപ്പൊ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല, ഒരു ബദൽ സംവിധാനം ശരിക്കും ഇന്ത്യ കൊണ്ടുവരേണ്ടതില്ല. എന്തും ഏതും നമുക്കിപ്പോൾ ഇറക്കുമതി ചെയ്തിട്ട് വേണം. ഒന്നും തന്നെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്നില്ല എന്നൊരവസ്ഥയില്ല. അപ്പൊ ഒരു ബദൽ സംവിധാനം ഇന്ത്യക്ക് ആവശ്യമല്ലേ? ഇന്ത്യ പല ഊർജ ഉപാധികളും പരിശോധിച്ചു. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ, തിരമാലയിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ, സോളാർ, സൂര്യൻ നൽകുന്ന വെളിച്ചം ഉപയോഗിച്ച് സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉപയോഗിക്കാൻ. ഇതൊന്നും തന്നെ അത്ര വയബിൾ ഓൾട്ടർനേറ്റീവ്സ് അല്ല. ചെറിയ തോതിൽ കുറെ മെഗാവാട്ടുകൾ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അത്ര സുഗമമായ, ഇക്കണോമിക്കലി അത്ര വയബിളായ മോഡൽസ് അല്ല. അതുകൊണ്ട് ഹൈഡ്രോ കാർബൺ, അതായത് ഡീസൽ, കെറസിൻ അല്ലെങ്കിൽ ഈ ക്രൂഡ് ഓയിൽ, അതിന്റെ ഉത്പന്നങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് വൈദ്യുതി ഉത്പാദനത്തിന് നല്ലൊരു പങ്കും ഇന്ത്യ നിർവഹിക്കുന്നത്. പക്ഷെ ഓൾട്ടർനേറ്റ് എനർജി സോഴ്സിലേക്കുള്ള ഗവേഷണങ്ങൾ കൂടുതലായി വരേണ്ട സാഹചര്യം. ഹൈഡ്രജൻ ആണ് ഭാവിയിലെ ഇന്ധനം എന്ന് കരുതുന്നവരുണ്ട്. ജലം തന്നെ ഇന്ധനമായി ഉപയോഗിക്കാവുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു. കൂടുതൽ ഗവേഷണങ്ങൾ നടക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആത്യന്തികമായി ഹൈഡ്രോ കാർബണിന് മേലുള്ള കൂടുതൽ ഒരു വിധേയത്വം ലോകരാജ്യങ്ങൾ, ചൈനയും ഇന്ത്യയും ജപ്പാനും ഉൾപ്പെടെയുള്ള എണ്ണ ഏറെ ആവശ്യമുള്ള രാജ്യങ്ങൾ മാറി ചിന്തിക്കുന്ന ഒരു ലോകമാണ്. അങ്ങനെയെങ്കിൽ അമേരിക്കയ്ക്കോ ഗൾഫ് രാജ്യങ്ങൾക്കോ ഇറാനോ ഒക്കെ ലോകത്തെ ഗൺ പോയിന്റ് നിർത്തിക്കൊണ്ട് വിലപേശാനാവാത്ത അന്തരീക്ഷം വരും. അതിലേക്ക് കൂടുതൽ ചിന്തകൾ വ്യാപരിക്കാൻ ഇതുപോലെയുള്ള സംഘർഷങ്ങൾ, ഇതുപോലെയുള്ള അന്തരാള ഘട്ടങ്ങൾ സഹായകരമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും ഊർജ്ജ പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ 6 മാസമെങ്കിലും എടുക്കും ഇതെല്ലാം മാറിയെല്ലാം ഒന്ന് സുഗമമായി മുന്നോട്ട് പോകാൻ എന്നുള്ളത് നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും യുദ്ധം തീരട്ടെ, എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി സർ.